കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കൃഷ്ണകുമാറിന്റെ വീട്ടിലെ ഏറ്റവും പുതിയ താരമായ ഓമിയുടെ 1 വയസ്സ് പിറന്നാൾ. 1 വയസ്സിന് ദിയയും അശ്വിനും മലേഷ്യയിലായതുകൊണ്ടും നാട്ടിൽ അപ്പൂപ്പന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവർ ആരും തന്നെ ആഘോഷം നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ടും ഓമിയുടെ ആഘോഷം മലേഷ്യയിലായിരുന്നു. അതും കേക്ക് മുറിക്കലും വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ നാട്ടിലെത്തിയപ്പോൾ അവന്റെ 1-ാം വയസ്സ് പിറന്നാൾ ഈ ബഹളത്തിനിടയിൽ പോകാൻ പാടില്ല എന്ന് മനസ്സിലാക്കി അഹാനയും സിന്ധുവും എല്ലാവരും കൂടി അവനൊരു പിറന്നാൾ സമ്മാനം നൽകിയിരിക്കുകയാണ്. സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി തന്നെയാണ് ഇപ്പോൾ അവന് വേണ്ടി അവർ ഒരുക്കിയിരിക്കുന്നത്. ആ ഒരു ചടങ്ങിനിടയിൽ തന്നെ ഫോട്ടോ എടുക്കുന്ന സമയം അപ്പച്ചി അങ്ങോട്ട് മാറി നിന്ന് കൈ കാണിക്കുക എന്ന് അഹാന പറയുന്നത് വളരെയധികം ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. ഓമി ക്യാമറയിൽ നോക്കാൻ വേണ്ടിയാണ് ഒരുപക്ഷെ അഹാന അപ്പച്ചിയോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. എന്നാൽ കടുത്ത രീതിയിലെ വിമർശനം പുറത്തു വരുന്നത് സ്വന്തമായി കുഞ്ഞിലെ മുതൽ എല്ലാവരെയും നോക്കി അപ്പച്ചിയോട് അഹാന ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ അപ്പച്ചിയെ അടുത്ത് മാത്രമല്ല അമ്മുമ്മയോടും അഹാന ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ പെരുമാറിയത് എന്ന അഹാനെക്കുറിച്ചാണ് ഏറ്റവും മോശമായി തന്നെ അമ്മുമ്മ പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ള കുട്ടികളെക്കുറിച്ചൊന്നും ഞാൻ കുറ്റം പറയാത്ത എന്താണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ എന്നായിരുന്നു സിന്ധുവിൻ്റെ അമ്മ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ അന്ന് എല്ലാവരും അഹാനയെ കുറ്റപ്പെടുത്തിയില്ല. അഹാന സിന്ധുവിന് വേണ്ടി സംസാരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി. എന്നാൽ ഇന്ന് അപ്പച്ചിയോട് കഴിഞ്ഞ ദിവസം ആ വീഡിയോയിൽ പറഞ്ഞത് കേട്ടിട്ട് എല്ലാവർക്കും വളരെയധികം വിഷമമായി എന്നാണ് കരുതുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ആരാധകരും വളരെയധികം സ്നേഹത്തോടെയാണ് ആ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ പങ്കുവെക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തയായും ഇത് മാറുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ സിന്ധുവിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പച്ചിയോട് മാറി നിൽക്കാൻ പറഞ്ഞത് എന്തിനാണ് അഹാന? അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ചോദ്യം. അങ്ങനെ അഹാന ചെയ്യാൻ പാടില്ലല്ലോ. ഓരോ തവണയും അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയല്ലേ. സ്വന്തമായി എല്ലാം മറന്നിട്ട് തൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സിന്ധുവിനെ തന്നെ വളരെ ചെറുതിലെ തൊട്ട് നോക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പച്ചി. അപ്പച്ചി മതി ഞങ്ങൾക്ക് അമ്മുമ്മയായിട്ട് എന്ന് അഹാന തന്നെയാണ് അമ്മുമ്മയോട് പറഞ്ഞത്. എന്നിട്ടിതാ അപ്പച്ചിയെ സ്വന്തം അമ്മുമ്മയെ പോലും കാണാതെ ഫോട്ടോ എടുക്കുന്ന സമയം മാറി നിൽക്കാൻ പറയുകയാണെന്നാണ് വിമർശനം. എന്നാൽ അഹാന മാറി നിൽക്കാൻ പറഞ്ഞതല്ല. ഫോട്ടോ എടുക്കുന്ന സമയം ഓമി ക്യാമറയിൽ നോക്കാൻ വേണ്ടി ഒരാൾ അവിടെ നിന്ന് വിളിക്കണം. അതുപോലെ ഇവരുടെ കുടുംബത്തിനോടൊപ്പമുള്ള ചിത്രം അപ്പച്ചി എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അഹാന ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അതിലൂടെ തന്നെ എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്യുന്നത് അപ്പച്ചിയോട് അഹാന അത്തരത്തിൽ ദേഷ്യപ്പെട്ടതോ അല്ലെങ്കിൽ മാറി നിൽക്കാൻ ആക്ഷേപിച്ചതോ ഒന്നുമല്ല എന്നത് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെയാണ് ഈ വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നത് എന്നുകൂടി പറയാം. പ്രേക്ഷകരൊക്കെ തന്നെയും വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയമായും ഇത് മാറുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഓരോ തവണയും എല്ലാവരും കൃഷ്ണകുമാർ വീടിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി കൂടി മാറുന്നു എന്നതുകൂടി നമ്മൾ കൃത്യമായി നോക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ആരാധകരും വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുന്നത് എന്നുകൂടി പറയുന്നു. ഓരോ തവണയും പ്രേക്ഷകർ ഇത് വാർത്തയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അഹാന എന്താണ് ഇങ്ങനെ ചെയ്തതെന്നും അപ്പച്ചിയോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും നിരവധി പേർ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.